അപ്പോൾ ഇതൊരു ഓൺലൈൻ ലേലം പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ റേറ്റ് അറിയിക്കുക, അത് ഇവരെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ റേറ്റ് പറയരുത്, മോശമാക്കിയാണ്ടുള്ള റേറ്റ് പറയണ്ട. ഒരു തെറ്റില്ല, നിങ്ങൾക്ക് ഒരു ആവറേജ് നിങ്ങൾക്ക് അവർക്ക് അറിയാലോ ഏകദേശം റേറ്റ്. ഡീലർ റേറ്റ് പറഞ്ഞോട്ടെ, എന്നാലും പ്രശ്നമില്ല. ഡീലർ റേറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അതായത് ഹോൾസെയിൽ റേറ്റില് വണ്ടികൾ കൊടുക്കാണ്. ഓഫർ റേറ്റ് ഉള്ള ആദ്യത്തെ വണ്ടി സാധിക്കാം. ആദ്യത്തെ വണ്ടി ഏതാ? വാഗനർ VXi. ഓക്കെ, 2013 മോഡല്. ന്യൂ ഷേപ്പിൽ അന്നത്തെ ടൈമിൽ ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള VXi ആണോ LXi ആണോ? അത് VXi എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവില്ലേ? സെൻട്രൽ ലോക്ക് മാനുവൽ ഉണ്ടാവും, പവർ സ്റ്റിയറിംഗും ഉണ്ടാവും. കിലോമീറ്റർ വരുന്നത് 50,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? അത് 235 കുറച്ച് കൊടുക്കാം. 2,35,000 2013 വാഗണറിന് ചോദിക്കുന്നുള്ളൂ. അതിനും കുറച്ച് കൊടുക്കും VXiക്ക്. ഏകദേശം 2.25 പുറത്ത് മാർക്കറ്റ് വാല്യൂ വരുന്ന വണ്ടിയാണ്. അതേസമയത്ത് ലോണിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാലും 2.80 റേഞ്ചിൽ 3 ലക്ഷം രൂപ വരെ വാല്യൂഷൻ ഉള്ള വണ്ടിയാണ് കിട്ടും. ഓക്കെ, അപ്പോൾ 2.35 ഏകദേശം 65,000 70,000 രൂപ റേഞ്ചിൽ ഒരു വണ്ടിന് മുകളിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നമസ്കാരം, ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ അങ്ങാടിയുടെ കുറച്ചടുത്തായിട്ടുള്ള കാർക്രാഡലിൻ്റെ സ്വന്തം മുന്നേ മേള നടന്നിട്ടുള്ള ഗ്രൗണ്ടിലാണ്. ഇവിടുന്ന് ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. ലൊക്കേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വെറൈറ്റി ഒരു ഓഫർ ഉണ്ട്. കാർലേലം എന്ന് പറയുന്ന നേരം ഒച്ചപ്പാടും ബഹളൊന്നും ആരും പേടിക്കേണ്ട, അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് ആയിട്ടുള്ള കാർലേലാണ്. കാരണം എന്താ സാധിക്കുക? ഓൺലൈനിലൂടെ അറിയിക്കാം, അത്രേ ഉള്ളൂ. ഓൺലൈൻ ലേലാണ്. നിങ്ങൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് റേറ്റ് കോട്ട് ചെയ്യാം. അതേ സമയത്ത് നിങ്ങളെ മൊബൈൽ നമ്പറും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, മെൻഷൻ ചെയ്യാം. നിങ്ങൾ അവരെ തിരിച്ചു വിളിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കാണുന്ന വണ്ടികൾക്ക് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടികൾ, കുറഞ്ഞ വണ്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ആൾട്ടോകള്, പിന്നെ ഒരു കിഡ്, അങ്ങനത്തെ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് പോകും. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച വണ്ടികൾ തന്നെയാണ്. അപ്പോൾ പറ്റുന്ന വിലയ്ക്കുള്ള പറ്റുന്ന അടിപൊളി വണ്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോ വണ്ടികൾ പരിചയപ്പെട്ടു തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. വരെ ചെയ്ത വീഡിയോയുടെ ചരിത്രത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. സാധിക്കുക ഓൺലൈൻ ലേലാണ്. നമ്മൾ മുന്നേ അവിടെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാട്ടോ, ഇൻസ്റ്റാഗ്രാമില് കമന്റില് അറിയിക്കാം. ഏറ്റവും മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് പറയാം, ഒന്നും ബുദ്ധിമുട്ടില്ല. ഏറ്റവും റേറ്റ് കൂടുതൽ പറയുന്ന ആൾക്ക് വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള വണ്ടി ചെക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടാവും. അതേ സമയത്ത് യൂട്യൂബിലൂടെ കമന്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ, എങ്ങനെയായാലും പ്രശ്നമില്ല. ഓക്കെ, ജസ്റ്റ് കമന്റ് ചെയ്യുന്നേരം നിങ്ങളെ മൊബൈൽ നമ്പറോടെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ നമ്പറിൽ ഒന്ന് ഇന്ന വണ്ടിക്ക് ഇത്രയാണ് നിങ്ങൾ റേറ്റ് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് അറിയിച്ചു കൊടുക്കുക. 2009 മോഡലല്ല, 2007 മോഡൽ ഓൾട്ടോ LXi ആണ്. 89,000 ആയിരുന്നു ഇവിടെ മുന്നേ. പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 79,000 എന്നാണ് നമ്മൾ റീൽസിൽ പറഞ്ഞത്. 79,000 രൂപയ്ക്ക് 2007 മോഡൽ ഓൾട്ടോ LXi റിന്യൂവൽ എടുത്ത വണ്ടി. അത് ഇനി റേറ്റ് ആരാണോ കൂട്ടി പറയുന്നത്, അതായത് 79,000 ഇനിയും കുറയും, 78 പറയുന്ന ആൾക്കും കൊടുക്കാം. എല്ലാവർക്കും എന്ത് റേറ്റും പറയാം, റേറ്റ് പറഞ്ഞാൽ ആരാണോ കൂടുതൽ പറയുന്നത് അവർക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, ആ സ്കീമിൽ തന്നെ കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട്. കവൺ വേറൊരു വണ്ടി മാരുതി 800 ഉണ്ട്, 2008 മോഡൽ റിന്യൂവൽ ഈ വർഷം ലാസ്റ്റിലേക്ക് വരുന്ന വണ്ടിയാണ്. 2009 കൊല്ലം ലാസ്റ്റ് റിന്യൂവൽ ചെയ്യുന്ന വണ്ടിയാണ്. റേറ്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 70 ആയിരുന്നു. അത് 68. നിങ്ങൾക്ക് ഇനി കമന്റ് ചെയ്യാം. ക്വിഡ് 2016 RX T 800cc 2017 ക്വിഡ് നമ്മളെ മുന്നേ വീട്ടിലെ കാണിച്ച വണ്ടിയാണ്. ചാൻസ് റേറ്റ് ഇട്ടിരുന്നത് 1,79 അല്ല 1,89. 2,10 ലോണ് കിട്ടുന്നുണ്ടോ, ഫുൾ ലോൺ സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതേ സമയത്ത് ഇതിന് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റ് കമന്റ് ചെയ്യുക, മൊബൈൽ നമ്പറും കൊടുക്കുക, വണ്ടികൾക്ക് കൊണ്ടുപോകട്ടോ. 2008 i10 മാരുതി 800 വിലയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. എത്രയ്ക്കാ? AC വർക്ക് ചെയ്യുന്നുണ്ടാവും. പുതിയ റിന്യൂവൽ എടുത്തിട്ടുണ്ട്. മുന്നേ ഇവിടെ ചോദിച്ച റേറ്റ് 79,000. ഇനിയും കുറച്ച് കൊടുക്കും. കമന്റ് കൂടെ അറിയിക്കാം, ജസ്റ്റ് മൊബൈൽ നമ്പർ കൂടെ വണ്ടി ഇവിടെ വെക്കൂല, വണ്ടി എങ്ങനെയാണ് കട്ട് ചെയ്ത് പോവാണ്. ഏറ്റവും കൂടുതൽ റേറ്റ് വരണം. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പറഞ്ഞതിന്റെ മുകൾക്കല്ല, താഴേക്ക് പറയാ, നല്ല തെറ്റില്ലാത്തൊരു വില പറയാ, കൊണ്ടുപോവാ. 49,000 രൂപ നമ്മൾ റീൽസ് ഇട്ട് ഏകദേശം ചുരുങ്ങിയ ദിവസം കൊണ്ട് 4 ലക്ഷത്തോളം വ്യൂസ് എത്തിയ ഓൾട്ടോ LXi 49,000 രൂപ, 2003 മോഡൽ ഓൾട്ടോ. ഓണർഷിപ്പ് കൂടുതലുണ്ട്, 6 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, വിഷയമല്ല, പഴയ മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണെങ്കിൽ നമുക്ക് വലിയ വില വെക്കാൻ പറ്റില്ല. ഇതിന് ആൾക്കാർക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇപ്പൊ എത്രയ്ക്കാ പറയുന്നത്?
ഇത് 49,000 ആണ്. 45 ആക്കി കമന്റ് ചെയ്തോളൂ. വണ്ടി ആരാണോ റേറ്റ് കൂടുതൽ പറയുന്നത് അവർക്ക് കിട്ടും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുളിക്കല് ബസ് സ്റ്റോപ്പാണ്. നമ്മൾ ഷോറൂം കണ്ട് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മേള നടക്കാൻ പോകുന്നത്. അതെ അതെ. ഓഫർ ഉണ്ടാവുമോ? ഫുൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത്. ഫുൾ ഓഫർ തന്നെയാ? തകർപ്പൻ ഓഫർ. ഓക്കെ. ഇവിടെ റൈറ്റ് സൈഡ് ആയിട്ട് കോശമറ്റം ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മസ്ജിദു തഖ്വ. ഇതാണല്ലേ സൗദി ഗ്രൗണ്ട് നമ്മളെ? ഓക്കെ. നമ്മളിവിടെ മേള നടക്കാൻ പോകുന്ന ഗ്രൗണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യാഷ് ബാക്ക്, ഫുൾ ലോണ്, വേറെന്താ ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, അവസാനം പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ ആദ്യം പറഞ്ഞ ഫുൾ ലോണും ക്യാഷ് ബാക്ക് വരുന്ന വണ്ടികൾ, അതേപോലെ തന്നെ കുറച്ച് അടിപൊളി ലോ ബഡ്ജറ്റ് റേറ്റ് കുറച്ചിട്ടുള്ള വണ്ടികളും നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. മേളയിലേക്ക് മുന്നുള്ള സ്റ്റോക്കാണ്. ഇവരെ വിളിച്ചിട്ട് തന്നെ വരിക. കാരണം വണ്ടി എന്ന് മുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത്? നാളെ മുതലാണോ? ഞങ്ങൾ സ്റ്റാർട്ടിങ് വരുന്നത് 15-ാം തീയതി തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി നാളെ മുതലാണ് അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. നാളെ മുതൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വണ്ടിക്കൊക്കെ വിളിക്കുന്നവർ ഇവരെ വിളിച്ചിട്ട് തന്നെ നേരം കൊണ്ട് ദിവസം ഉണ്ടാവും. നമ്മളിവിടെ 10 ദിവസം ഉണ്ടാവും. ഓക്കെ. ആർക്കും ഏത് സമയത്ത് വരാം. നേരത്തെ തന്നെ വരികയാണെങ്കിൽ അത്രയും ബെറ്റർ. കാരണം ലോ ബഡ്ജറ്റുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറ്റിയ വണ്ടികൾ ഏകദേശം ലോ ബഡ്ജറ്റ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ലാസ്റ്റിലേക്ക് വന്നുകൊണ്ട് വണ്ടി കിട്ടിയിട്ടില്ല. ഓഫറാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ എങ്ങനെയാണ്? 2012 മോഡല് ഇറ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ. ഇയോണ 800 cc-യിലാണ് ഇറ പ്ലസ് എന്നുള്ള വേരിയന്റ് വരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആണ് സ്റ്റീരിയോ ചെയ്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി അതേ സമയത്ത് ഓണർഷിപ്പ് 2, 3, 4 ഒരുപാട് ആയിട്ടുണ്ടാവോ? റെഡിയിൽ സിംഗിൾ ആണ് ഇതിൽ കാണിക്കുന്നത്. സൈറ്റിൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് അല്ലേ? ഓക്കെ. റേറ്റ് ഒക്കെ എത്ര ഉണ്ട്? 1,40 ഒക്കെ ഉണ്ടാവോ? 1,35 ഫൈനൽ കൊടുക്കാം. 1,35-ന് 2012 മോഡൽ. അതായത് നമ്മൾ ഡിലൈറ്റ് ഒക്കെ കാണുന്ന ഒരു റേറ്റ് ലൈറ്റാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഫൈനൽ റേറ്റ് അല്ലല്ലോ, 1,35 ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ലോൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ 1.5 വരെ വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. 15,000 ക്യാഷ് ബാക്ക് കൊടുക്കാം. ഫുൾ ലോൺ എങ്ങനെയാലും കിട്ടും. തീർച്ചയായും. ഞാൻ വീഡിയോന്റെ അകത്ത് ആദ്യത്തെ വീഡിയോ കാണിച്ച ഇന്നോവേന്റെ അകത്തുള്ള ഒരു ഇന്നോവ അല്ലത്. ബാക്കിയുള്ള ഇന്നോവയും ഏകദേശമൊക്കെ സെയിലായി പോയിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി 2008 മോഡൽ G4 വണ്ടിയാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, റൂഫ് AC വരുന്നുണ്ടാവും, 4 പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും മെയിനായിട്ട് ഫീച്ചർ വരുന്നുണ്ടാവും. 2008 മോഡലിനെ കൊണ്ട് ഏകദേശം 10, 11, 12 റേഞ്ചിൽ വരെ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇന്നോവേൻ്റെ നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? നല്ല ക്വാളിറ്റിയിലാണ്. ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷെ നല്ല വണ്ടി, നല്ല മെക്കാനിക്കൽ സൈഡ് പക്ക, അത്യാവശ്യം തെറ്റില്ലാത്ത ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി. ഇപ്പോൾ കേരള രജിസ്ട്രേഷനിലേക്ക് KL10 മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. 4 പുതിയ ടയർ കാണുന്നുണ്ട് അല്ലേ? അതെ. വണ്ടി അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. പക്ഷേ ഓൾഡ് ഷേപ്പ് ഇന്നോവയിലെ നിലവിലുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് അത്. ഓക്കെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് റേറ്റ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 3,75 പറഞ്ഞു. 3,70-നൊക്കെ കൊടുക്കാം. 3,70 റേഞ്ചിൽ കൊടുക്കാം. ലോണ് നമ്മൾ മുന്നേ പറഞ്ഞ 2.5 വരെയൊക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇന്നോവ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. സാധിക്കാ പോയിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ വണ്ടിയായിരുന്നു. ഇത് കസ്റ്റമറോടൊക്കെ വിളിക്കുന്നവർ ലോണിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. ഇപ്പൊ രണ്ടാമത് ലോണ് അവർക്ക് ക്യാൻസലായി. സിബിൽ പ്രശ്നം കൊണ്ട് ക്യാൻസലായി പോയി. ഫുൾ ഓപ്ഷൻ VX എന്ന് പറയുന്ന ഹോണ്ട എമേസ്. അതിൻ്റെ അകത്ത് alloy വീൽസ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അടിപൊളി alloys ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. VX എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും മെയിനായിട്ട് വരുന്നുണ്ടാവുക. 2013 14 മോഡൽ? 2014 മോഡൽ ഹോണ്ട എമേസ്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ. ലോൺ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഏകദേശം ഒരു 4.25 വരെ വാല്യുവേഷൻ വരുന്ന വണ്ടിയാണ്. വണ്ടിക്ക് റേറ്റ് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 370. നമ്മളെ മുന്നേ പറഞ്ഞ ഓൺലൈൻ ലേലം സ്കീം ഇതിൽ കൊള്ളിക്കാൻ പറ്റൂ? എടുക്കുന്ന ക്വാളിറ്റി സ്കീം റേറ്റ് ആണെന്നുള്ളത് തെറ്റില്ലാത്ത റേറ്റ് ആണിത്. കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും.
4.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാൻ സാധ്യതയുള്ള 2015 മോഡൽ സ്വിഫ്റ്റ് VXi കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. നമ്മളിത് മുന്നേ വീഡിയോയിൽ കാണിച്ച വണ്ടി തന്നെയാ അല്ലേ? റെഡിയിൽ 2015 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. KLR-ൽ 2 വണ്ടി സ്റ്റോക്ക് ഉണ്ടല്ലേ? 2 റീപ്ലേസ് ഇല്ലാത്ത നല്ല വണ്ടി. ഇതിന് റീപ്ലേസ് ഒന്നും ഇല്ല. കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. അത്യാവശ്യം നല്ല വണ്ടിയാണത്. രണ്ടും ഏകദേശം 3,85,000 ചോദിക്കുന്ന വണ്ടി. ഫുൾ ലോൺ കയറ്റാം. ഫുൾ ലോൺ കയറ്റാൻ വേണ്ടി വണ്ടി പോയിട്ടുണ്ട്. അടുത്തൊരു വണ്ടി കൂടി ഉണ്ട്. ഒരു വണ്ടി കൂടി ആ വണ്ടി പേടിയുള്ളൂ. രണ്ടാമത്തെ വണ്ടി കയറാണ്ട് നെക്സ്റ്റ് മേളയിൽ വരാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മേളേന്റെ ഗ്രൗണ്ട് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്ന പുളിക്കൽ നമ്മളെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒക്കെ അടുത്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള ബസ് ഇറങ്ങിയാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 10 മീറ്റർ ഉള്ളൂ. റൈറ്റ് സൈഡിലായിട്ട് ഉള്ള ഗ്രൗണ്ടിലാണ്. അവിടെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ. ദിവസം തമർത്തൽ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 3.85 4.5 ലോൺ കയറുന്നുണ്ടോ? ഇത് പിന്നെ ലോൺ ക്യാൻസൽ ചെയ്താണോ? ഇത് ലോൺ ക്യാൻസൽ ചെയ്താ. ഇതും ക്യാൻസൽ ആയി. സിബിലിന്റെ ഇഷ്യൂ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നാളെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞിട്ട്. ഫിനാൻസ് ക്യാൻസൽ ചെയ്താണ്. ഓക്കെ, 2011 മോഡല് AT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ തെറ്റിപ്പോയിട്ട് AMT എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AT ട്രാൻസ്മിഷൻ ആണ്. ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ട്രാൻസ്മിഷൻ തന്നെയാണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. K സീരീസ് ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവുക. ഗിയർ ബോക്സ് AT ആണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 11-13 റേഞ്ചിൽ നമുക്ക് സെലേറിയോ A-സ്റ്റാറിന് സെലേറിയോൻ്റെ മുൻഗാമിയായിട്ടുള്ള A-സ്റ്റാറിന് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് എന്തെങ്കിലും കണ്ടീഷൻ വൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? നല്ല വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ട്? കുറഞ്ഞ കിലോമീറ്റർ 49,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 49,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. മെക്കാനിക്കൽ ഫിറ്റാ. RC ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ. A-സ്റ്റാറിന് ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ 2 ലക്ഷം ചെയ്യോ? 2 ലക്ഷം ലോൺ ഇട്ടു. 2.35 റേറ്റുകൾ. 2.35 ഫൈനൽ അല്ലല്ലോ? അല്ല. അടുത്തത് വെൻഡോ. ഫോക്സ്വാഗന്റെ വെൻഡോ ആണ്. ഹൈലൈൻ, ട്രെൻഡ്, കംഫർട്ട്. 2013 ഹൈലൈൻ. 2013 ഹൈലൈൻ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. ഡീസലാണ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തിനടുത്ത് ഓടിയിട്ടുണ്ട്. അതേ സമയത്ത് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എയർ ബാഗ്സ് വരുന്നുണ്ടാവും. OE alloy wheels വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും മെയിനായിട്ട് വെൻഡോ ഹൈലൈനിലേക്ക് വരുന്നേരം ഫീച്ചറായിട്ട് പറയാൻ പറ്റുക. TDI എഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അപ്പം കഴിഞ്ഞ വീടിനകത്തൊക്കെ വന്നൊരു കമൻ്റ് ആയിരുന്നു, പോളോ വെൻഡോ റേറ്റ് ഇത്ര വരുന്നില്ല എന്നുള്ളത്. 2.75 ചോദിക്കുന്നുള്ളൂ. കുറച്ച് കൊടുക്കാം. 2.75 റേറ്റ്. കുറച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോസിൽ 2011 വണ്ടി ഇതേ വണ്ടിക്ക് ഇതേ വിലയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. 3 ആയിട്ടുണ്ട്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആയിട്ട്. പക്ഷേ ബാങ്ക് ലോൺ തന്നെ കിട്ടില്ലേ? വാല്യുവേഷൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 3.5 വരെയൊക്കെ വാല്യുവേഷൻ വരുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഏകദേശം 75,000 ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. ഇഞ്ചക്ടേഴ്സ് അതേപോലെ തന്നെ മെക്കാനിക്കൽ വർക്കുകളൊന്നുമില്ല. പക്ക വർക്കിംഗ് ആണോ വണ്ടി? എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എടുക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പക്കയാണ്, വിശ്വസിച്ചെടുക്കാം. WRV ആണ്. മല്ലാക്കബോ ഓടിയിട്ടുണ്ട്. കഴിഞ്ഞോ? 6.25 കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. 6.25 കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതാണ്. മാക്സിമം നമുക്ക് കുറച്ച് ഫുൾ ലോൺ കയറ്റി കൊടുക്കട്ടോ. വലിയ വണ്ടിയാണ്. വിത്താര ബ്രസയല്ല, മാരുതിയുടെ ബ്രസയാണ്. ഡീസലാണോ പെട്രോളാണോ? അത് ഡീസലാണ്. അപ്പോൾ മോഡൽ ഏതാണ് വരുന്നത്? 2016 മോഡല്. VDI ഓപ്ഷനൽ. VDI ഓപ്ഷൻ എന്ന് പറയുന്ന നേരം നമ്മൾ നോർമലി കാണുന്ന VDIൻ്റെക്കാളും തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, 2 എയർ ബാഗ് ഫ്രണ്ടിൽ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ OE alloy wheels വരുന്നുണ്ടാവും. ഇന്റീരിയർ സൈഡിൽ തന്നെ ഇപ്പം സീറ്റ് കവർ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. ബ്രസ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഏകദേശം ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1.10 എന്നുള്ള റേഞ്ചാണ് ബ്രസന്റെ കിലോമീറ്റർ ഡീസൽ നമ്മൾ കാണാറുള്ളത്. കമ്പനി ഹിസ്റ്ററിയിൽ 40,000 കിലോമീറ്റർ വരെ. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് കുറേ വന്നിട്ടുണ്ട്. സിംഗിൾ ഓണറിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, കമ്പനി സർവീസ് ചെയ്യാതിരുന്നാണോ? പിന്നെ അല്ല, ബാക്കി പുറത്തുനിന്നുള്ള സർവീസാണ്. വണ്ടി നിലവിൽ എന്താ അവസ്ഥ? നിലവിൽ ക്വാളിറ്റിയില്ല വണ്ടി. പക്ക വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഒരിക്കലും റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാണ്. നല്ല വണ്ടി.
റേറ്റ് എത്രയായിരുന്നു BD ഓപ്ഷൻ 2016? 6,35,000 ചോദിക്കുന്നുണ്ട്. 6,35,000 ചോദിക്കുന്ന റേറ്റ്. ഇനി അതേ സമയത്ത് ലോണ് ഏകദേശം ഫുൾ ലോൺ കയറ്റാം. 6.5 വരെ എന്തായാലും ലോൺ തന്നെ നമുക്ക് വാല്യുവേഷൻ ഉള്ള വണ്ടിയാണ്. 6.5, 6.60 റേഞ്ചിലൊക്കെ നമുക്ക് ബാങ്ക് ലോൺ തന്നെ കയറുന്നുണ്ടാവും. 6.35 ഫൈനൽ റേറ്റ് ആണോ? അല്ല, കുറച്ച് കൊടുക്കാം. ഓക്കെ. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനാണ്, ഫിയാറ്റിന്റെ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. ഇനിയും ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ, ഇനി ഒരുപാട് ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ, ഇനി ഒരുപാട് വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികൾ വരാനില്ലേ സാധിക്ക? ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. തിങ്കളാഴ്ച മുതൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള പുളിക്കൽ ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ള ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ തന്നെ. ഓക്കെ, 15-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ സഹകരണ ബാങ്ക് കാണാം. സഹകരണ ബാങ്കിൻ്റെ അടുത്ത് 10 മീറ്റർ പാലക്കാട് റോഡിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് പുതിയതായിട്ട് വരുന്ന മേളേൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ ഓരോ വണ്ടിക്ക് എൻക്വയറി ചെയ്യുക. കാരണം വണ്ടികൾ ഷിഫ്റ്റിങ്ങിലായിരിക്കും, അവിടെ ആയിരിക്കും എന്നുള്ളത് കറക്റ്റ് ഇവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പം വിളിച്ചത് കിട്ടാതെ വാട്സാപ്പിലൊന്ന് ജസ്റ്റ് വോയിസ് മെസ്സേജ് ചെയ്താൽ വിളിക്കും. ഓക്കെ, വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വീഡിയോന് അപ്ഡേറ്റ് ഉള്ളത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.